രക്തഗ്രൂപ്പിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിജൻ ഏതാണ്? എ ആൻറ്റിജൻ, ബി ആൻറ്റിജൻ, AB ആൻറ്റിജനുകൾ ആൻറ്റിജൻ ഇല്ല. O എന്ന രക്തഗ്രൂപ്പിൽ സാധാരണയായി ആൻറ്റിജൻ ഒന്നും കാണപ്പെടുന്നില്ല. O രക്തഗ്രൂപ്പിൽ Aയോ Bയോ ആൻറ്റിജനുകൾ കാണപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് സർവ്വദാതാവായി കണക്കാക്കപ്പെടുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ആമാശയം, ശ്വാസകോശം, ത്വക്ക്, കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. മനുഷ്യ ശരീരത്തിൻ്റെ ഉപരിതലത്തിൽ ആവരണം ചെയ്തിരിക്കുന്ന ത്വക്കാണ് ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമായി കണക്കാക്കപ്പെടുന്നത്. ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്ത ഡോക്ടർ ആര്? അലക്സാണ്ടർ ഫ്ലെമിംഗ്, എഡ്വേർഡ് ജെന്നർ, ജോസഫ് മൊറെ, വില്യം ജോഹാൻ കോഫ്. ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്ത ഡോക്ടറാണ് വില്യം ജോഹാൻ കോഫ്. വൃക്കകളുടെ പ്രവർത്തനം നിലയ്ക്കുമ്പോൾ രക്തം ശുദ്ധീകരിക്കാൻ ആദ്യമായി കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് വില്യം ജോഹാൻ കോഫ് ആണ്. മത്സ്യങ്ങളിലെ പ്രധാന വിസർജ്യ വസ്തു ഏത്? അമിനോ ആസിഡ്, അമോണിയ, യൂറിയ, യൂറിക് ആസിഡ്. മത്സ്യങ്ങളിലെ പ്രധാന വിസർജ്യ വസ്തുവായി കണക്കാക്കപ്പെടുന്നത് അമോണിയയാണ്. ജലത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾ പ്രധാനമായും നൈട്രജൻ അടങ്ങിയ വിസർജ്യ വസ്തുവായി പുറന്തള്ളുന്നത് അമോണിയ എന്ന വിസർജ്യ വസ്തുവിനെയാണ്. ജീവകോശത്തിലെ ഊർജ നാണയങ്ങൾ എന്നറിയപ്പെടുന്ന തന്മാത്ര ഏതാണ്? ATP, എൻസൈം, RNA, DNA. ജീവകോശത്തിലെ ഊർജ നാണയങ്ങൾ എന്നറിയപ്പെടുന്ന തന്മാത്രയാണ് ATP. കോശങ്ങൾക്കുള്ളിൽ ഊർജം സംഭരിച്ചു വയ്ക്കുകയും ആവശ്യാനുസരണം വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഊർജ നാണയങ്ങളാണ് ATP തന്മാത്രകൾ. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോൺ ഏതാണ്? അഡ്രിനാലിൻ, ഇൻസുലിൻ, തൈറോക്സിൻ, ഗ്ലൂക്കഗോൺ. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നത് ഇൻസുലിനാണ്. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ ഇൻസുലിൻ അതിനെ കരളിലും പേശികളിലും എത്തിച്ച് ഗ്ലൈക്കോജൻ രൂപത്തിൽ സംഭരിക്കുന്നു. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ഹൃദ്രോഗ സാധ്യത കുറയാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിൻ, ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്റ്ററോൺ. പുരുഷന്മാരെ അപേക്ഷിച്ച് ഹൃദ്രോഗ സാധ്യത കുറയാൻ ഈസ്ട്രജൻ ഹോർമോൺ സഹായിക്കുന്നു. സ്ത്രീകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈസ്ട്രജൻ എന്ന ഹോർമോൺ ഹൃദ്രോഗങ്ങളിൽ നിന്നും ഒരു പരിധിവരെ സ്ത്രീകളിൽ സംരക്ഷണം നൽകുന്നുണ്ട്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ രോഗീ സൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ആയുഷ്മാൻ ഭാരത്, കാരുണ്യ പദ്ധതി, ആർദ്ര മിഷൻ, ശലഭം പദ്ധതി. ആർദ്ര മിഷനാണ് ശരിയായ ഉത്തരം. സർക്കാർ ആശുപത്രികളുടെ നിലവാരമുയർത്താനും അവയെ രോഗീ സൗഹൃദമാക്കാനും കേരള സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതിയാണ് ആർദ്ര മിഷൻ. ആർദ്ര മിഷൻ്റെ ചെയർമാൻ ആരാണ്? ഗവർണർ, ധനകാര്യമന്ത്രി, മുഖ്യമന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രി. ആർദ്ര മിഷൻ്റെ ചെയർമാനായി പ്രഖ്യാപിച്ചിട്ടുള്ളത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. ആർദ്ര മിഷൻ്റെ മുഖ്യ നേതൃത്വവും ചെയർമാൻ സ്ഥാനവും വഹിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന വിഷവസ്തു ഏതാണ്? ടാറിൻ, മോർഫിൻ, കഫീൻ, നിക്കോട്ടിൻ. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന വിഷവസ്തുവിൻ്റെ പേരാണ് നിക്കോട്ടിൻ. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ഹൃദ്രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഏറ്റവും വലിയ ഗൾഫ് എന്നറിയപ്പെടുന്ന രാജ്യം? ബ്രസീൽ, മെക്സിക്കോ, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ. ഏറ്റവും വലിയ ഗൾഫ് എന്നറിയപ്പെടുന്ന രാജ്യമാണ് മെക്സിക്കോ. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ വനിതയാര്? ആശാപൂർണ ദേവി, സുഗതകുമാരി, അരുന്ധതി റോയ്, ലക്ഷ്മിക്കുട്ടിയമ്മ. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആശാപൂർണ ദേവിയാണ്.
നൈട്രജൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന രാസവളം യൂറിയ, ഫാറ്റംബോസ്, ഫ്യൂരിഡാൻ ഇവയെല്ലാം. നൈട്രജൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന രാസവളമാണ് യൂറിയ. അലൂമിനിയം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അയിര് ബോക്സൈറ്റ്, മഗ്നാലിയം, ബെൻസീൻ, ടൈറ്റാനിയം. അലൂമിനിയം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അയിര് ബോക്സൈറ്റ് അയിരാണ്. രാത്രിയിൽ ഇര തേടുന്ന പക്ഷി ഏത്? കുക്കു, കിവി, റോബിൻ, പാതിരാക്കൊക്ക്. രാത്രിയിൽ ഇര തേടുന്ന പക്ഷി പാതിരാക്കൊക്കാണ്. യൂറോപ്പിൻ്റെ വ്യാവസായിക തലസ്ഥാനം സൂറിച്ച്, മ്യാൻമാർ, ഡെൻമാർക്ക്, നോർവേ. യൂറോപ്പിൻ്റെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് സൂറിച്ചാണ്. ഭൗമവികിരണത്തെ ആഗിരണം ചെയ്യാൻ കഴിയുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്, മീഥൈൻ, ഓസോൺ ഇവയെല്ലാം. ഭൗമവികിരണത്തെ ആഗിരണം ചെയ്യാൻ കഴിയുന്ന വാതകം ഇവയെല്ലാം ആണ്. പഴങ്ങൾ പാകമാകുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ എഥിലിൻ, ആക്സിൻ, ഗിബുർലിൻ, ഫ്ലോറിജൻ. എഥിലിനാണ് ശരിയായ ഉത്തരം. പക്ഷികൾ മുഖേനയുള്ള പരാഗണത്തിന് പറയുന്ന പേര് അനിമോഫിലി, സൂഫിലി, എൻഡമോഫിലി, ഓർണത്തോഫിലി. പക്ഷികൾ മുഖേനയുള്ള പരാഗണത്തിന് പറയുന്ന പേര് ഓർണത്തോഫിലി എന്നാണ്. ലൈംഗിക വേളകളെ ആനന്ദകരമാക്കുന്ന പ്രവൃത്തി സംസാരം, സ്പർശനം, നോട്ടം ഇവയെല്ലാം. ലൈംഗിക വേളകളെ ആനന്ദകരമാക്കുന്ന പ്രവൃത്തി ഇവയെല്ലാമാണ്.